അല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. ഏതായാലും പറഞ്ഞില്ലെങ്കിലും വിലയിരുത്തലാണല്ലോ നിങ്ങൾ എഴുതുക, അല്ലേ? ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നോട് നോക്കിയിട്ടല്ലോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ പാറ്റേൺ പറയുകയാണ്, അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പാറ്റേൺ പറയുകയാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും പറയുകയാണ്. ഒന്നല്ല. കേരളം നല്ല വകതിരിവോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രം ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാണോ എന്ന് കാണില്ല. ഇത് 3ാം ടേമിലേക്കുള്ള യാത്രയാണ്. ഇനി പിന്നെന്ത് വിലയിരുത്തൽ? 3ാം ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള കാൽവെപ്പാണിത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. 2ാം ടേമിലേക്കുള്ള യാത്ര അങ്ങനെയാണ് പുറപ്പെട്ടത്. ഇവിടെ 1ാം ടേം അവസാനിക്കുന്നതാണല്ലോ എത്രയോ കൊല്ലക്കാലത്ത് നമ്മുടെ അനുഭവം. ചരിത്രം തിരുത്തി കുറിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അതിനു മുമ്പ് നടന്ന ഇലക്ഷനിൽ ഇവിടെ ഇപ്പോൾ ഉള്ള ഇത്രയും സ്വാധീനം നേടാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട സ്വാധീനം നേടാൻ സാധിക്കും ഇപ്രാവശ്യം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത് മാത്രമല്ല, ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലായിരുന്നു കഴിഞ്ഞ 29ൻ്റെ മന്ത്രിസഭാ യോഗം. ഞാൻ അതൊന്നും വിശദീകരിക്കാൻ ഞാനിപ്പോൾ പുറപ്പെടും. എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിൽ എല്ലാ അനുഭവങ്ങളുടെയാണ്. 1600 രൂപ 2000 രൂപയാക്കി മാറ്റിയതും 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള നിരവധിയല്ല, ഒരു 1.5 കോടിയോളം വരുന്ന ആൾക്കല്ലേ നേരിട്ട് ആനുകൂല്യം കിട്ടുന്നത്. അത് ഞാനീ പറഞ്ഞതാണ്. അവരുടെ ആനുകൂല്യം എന്ന് മാത്രമല്ല, അത് ദാരിദ്ര്യം കുറേയും കൂടി ലഘൂകരിക്കാനുള്ള പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെയാണ് ഞാൻ പറഞ്ഞ 10-15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തിലെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലവാരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന തന്നെയാണ് നല്ല ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഗവൺമെൻറ് വേറൊരു ഗവൺമെൻറ് വന്നാൽ അത് പൊളിക്കുക എന്നുള്ളതാണ് ഇതേവരെയുള്ള അനുഭവം. അതുകൊണ്ടാണ് ഈ തുടർച്ച വന്നപ്പോഴാണ് ഈ വികസന കുതിപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത്.